അസ്സലാമലൈക്കും. AYSHU'S ഹബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? സുഖം എല്ലാവർക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക തോരനാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ചേരുവകൾ ഞാൻ ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഉണക്കി വെച്ച ചക്കയായിരുന്നു. അപ്പോൾ ചക്ക ഒന്ന് കുതിർത്തി വെച്ചതാണ്. ഒരു 2 കപ്പ് ചക്ക ഉണ്ടാവും. ഇത് ഉണക്കി ചക്ക സമയത്ത് ഉണക്കി വെച്ചതായിരുന്നു അരിഞ്ഞിട്ട്. അപ്പോൾ അത് കുതിർത്തെടുത്തതാണ്. അതിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, വേപ്പില, മുളക്, ഒരു 4 വെളുത്തുള്ളി, ചെറിയ ഉള്ളിൻ്റെ അല്ലെടുത്തിട്ടുണ്ട്, ഒരു വെളുത്തുള്ളി അല്ലെടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാൻ കുറച്ച് ഉപ്പും, കടുക് വറുക്കാൻ വേണ്ടത് 2 മുളകും, കുറച്ച് വേപ്പിലയും, കുറച്ച് കടുക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമ്മുടെ അതിലേക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം, ചതച്ചെടുക്കാം. കൈക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക്, ഈ മുളക് വെളുത്ത മുളക് തീരെ എരിവില്ലാത്ത മുളകാട്ടാ, അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യണത്. ചീനമുളകാണെങ്കിൽ കുറച്ചിട്ടെടുത്താൽ മതി. ഒരു വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു അല്ലി, കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം, കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമുക്കിനി ചമ്മന്തിയുടെ രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചക്ക വെന്തിക്കണമെന്ന് നോക്കാം. ചക്ക ഇവിടെ പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗോൾഡൻ കളർ വരാൻ കാരണം നമ്മൾ ഉണക്കി വെച്ചതല്ലായിരുന്നു ചക്ക. അപ്പോൾ അതിൻ്റെ ഒരു നിറവ്യത്യാസമുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് കുറഞ്ഞപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ കളറൊന്ന് കുറയാൻ വേണ്ടിയിട്ട്, ഈ ഗോൾഡൻ കളറൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മതിയിട്ട് മഞ്ഞളിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് തേങ്ങ അരച്ചത് ചതച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചക്കത്തോര ഇവിടെ റെഡി ആയിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാം. അപ്പം നമ്മുടെ ചക്കത്തോരൻ വറവിടാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുണ്ടായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് മുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്ക് ചക്കത്തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചക്കത്തോരന് കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് ചക്കൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും കുടിച്ച് നമുക്ക് ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ചക്ക തിന്നാനേ ഇഷ്ടമാകുമ്പോൾ നമുക്കിങ്ങനെ ഉണക്കി വെച്ചാൽ, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ ഉണക്കി വെച്ചത്. എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പോൾ ഉമ്മ ഉണക്കി വെച്ചതായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചക്ക. വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ തന്നതാണ് ഉണക്കി വെച്ച ചക്ക. അത് കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചക്കത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുണ്ടെങ്കിൽ ചക്കുള്ള സമയത്ത് നമുക്കിങ്ങനെ ഉണക്കി വെച്ചാൽ മതി. ചക്കൻ്റെ പിന്നെ ചുളെടുത്തിട്ട് ഇങ്ങനെ ഉണക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാം. കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് കുതിർത്തിയിട്ട് നമുക്ക് ചക്ക തിന്നാൻ പൂതിയാവുന്ന സമയത്ത് നമുക്ക് ചക്കയില്ലാത്ത സമയമാണെങ്കിൽ അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കും മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി പുതിയ ദിവസം വരാം. ബൈ.